വെറും ഒരു വിരൽ ഉപയോഗിച്ച് നിങ്ങളുടെ ആഗ്രഹങ്ങൾ എല്ലാം തന്നെ മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുമോ? എങ്കിൽ അതിൻ്റെ ഉത്തരം അതേ എന്നുള്ളതാണ്. ലോക പ്രശസ്ത ഹീലറും അതോടൊപ്പം തന്നെ ആയുർവേദ ഡോക്ടറുമായിട്ടുള്ള ഡോക്ടർ പങ്കജ് നരം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ വീഡിയോ ഞാൻ വർഷങ്ങൾ മുൻപ് കാണാനിടയായി. ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് നമ്മളെല്ലാം ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ വ്യൂസുള്ള വീഡിയോസ് കണ്ടിട്ട് അതിൻ്റെ കമൻറ്റ് ബോക്സ് എല്ലാം തന്നെ വായിച്ചു നോക്കും. അന്നേരമാണ് ഞാൻ ഡോക്ടർ പങ്കജ് നരം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ വീഡിയോസ് കാണാനായത്. അന്നേരം അദ്ദേഹത്തിനാണ് ഞാൻ ഈ ഗ്രാറ്റിറ്റ്യൂഡും അതോടൊപ്പം തന്നെ ഈ ഇൻഫർമേഷൻ തന്നതിന് ഞാൻ നന്ദി പറയാണ്. അന്നേരം അദ്ദേഹം പറയുന്ന ഈ ഒരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് അദ്ദേഹത്തിൻ്റെ ലൈഫിൽ പല രീതിയിൽ ഉപയോഗിച്ചിട്ട് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം തന്നെ ആ വീഡിയോയിൽ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് 82 വയസ്സായിരുന്നു. നടക്കാൻ ബുദ്ധിമുട്ടുള്ള സമയമായിരുന്നു ആ ഒരു പ്രായം എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് ഈ ഒരു ടെക്നിക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ ഹിമാലയത്തിലേക്ക് പോകണമെന്ന് പറഞ്ഞു. ഇങ്ങനെ ആ സമയത്ത് ഈ ഒരു കാര്യം പറഞ്ഞു കൊടുക്കുന്നേരം അച്ഛനും കൂടെ ഉണ്ടായിരുന്നു. അച്ഛൻ ഇദ്ദേഹത്തെ പരീക്ഷിച്ചു. എന്നാൽ 82ാമത്തെ വയസ്സ് തന്നെ അദ്ദേഹത്തിൻ്റെ അമ്മ ഹിമാലയത്തിൽ പോയി എന്ന് പറയുന്ന സ്റ്റോറി ആ വീഡിയോയിൽ പറയുന്നുണ്ട്. അന്നേരം ആ ഒരു ടെക്നിക്ക് ഉപയോഗിച്ച് എൻ്റെ ലൈഫിലും മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ മാറ്റം പറയുന്നതിന് മുമ്പായി എങ്ങനെ ഈ ഒരു ടെക്നിക്ക് ഉപയോഗിക്കുക എന്നുള്ള കാര്യമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. എപ്പോഴും ഞാനൊരു സക്സസ് സ്റ്റോറീസ് എല്ലാം കൊടുക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടെക്നിക്കിലുള്ള വിശ്വാസം വർദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഈ ഒരു പ്രാക്ടീസിന് വേണ്ടിയിട്ട് പേപ്പറോ പേനയോ ഒന്നും തന്നെ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. മെയിനായിട്ടുള്ള ഇൻറ്റൻഷൻ ആൻഡ് ഫീലിംഗ്, അതായത് നിങ്ങളുടെ തോട്ട് അത്രയും സ്ട്രോങ് ആയിരിക്കണം. നിങ്ങളുടെ ഫീലിംഗ് അത്രയും പെർഫെക്റ്റ് ആണെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ നല്ലൊരു ഫീലിംഗ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ പ്രാക്ടീസ് കൊണ്ട് ഗുണം ലഭിക്കുകയുള്ളൂ. ആദ്യമായി തന്നെ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ആഗ്രഹം, അത് വലിയൊരു ആഗ്രഹമായത് ഒരു വീട് വെക്കുന്നത് അല്ലെങ്കിൽ അങ്ങനത്തെ വലിയ ആഗ്രഹങ്ങൾ എടുക്കാതെ ഒരു ചെറിയ ആഗ്രഹം, ചിലപ്പോൾ ഒരു വ്യക്തിയുടെ ഫോൺ കോൾ ആയിരിക്കാം, ചിലപ്പോൾ എന്തെങ്കിലും രീതിയിലുള്ള ഒരു ഗിഫ്റ്റ് ആയിരിക്കാം, ചിലപ്പോൾ എന്തെങ്കിലും രീതിയിലുള്ള ചെറിയൊരു ക്രാഷ് പ്രൈസ് ആയിരിക്കാം. അതെന്തും ആട്ടെ, അത് ചെറുത് വലുതെന്ന് പറയുന്നത് നിങ്ങളുടെ മൈൻഡ് സെറ്റാണ്. ഇപ്പോൾ നിങ്ങളുടെ മൈൻഡ് സെറ്റിൽ ഓക്കെ അത് നടക്കുന്നുള്ള വിശ്വസിക്കുകയായിരിക്കും. ചിലപ്പോൾ മറ്റൊരു വ്യക്തിയോട് പറയുന്ന സമയത്ത് അതൊരു വലിയ കാര്യമായിരിക്കാം. എന്നാൽ നിങ്ങളുടെ മനസ്സിൽ നിങ്ങളെ കറക്റ്റായിട്ടുള്ള ഇൻഡ്യൂഷൻ ലെവലിൽ തോന്നുകയാണ് അത് നടക്കും, അല്ലെങ്കിൽ അത് പോസിബിൾ ആണെന്ന് കരുതുകയാണെങ്കിൽ അത് ചെറുതോ വലുതോ ആവട്ടെ അത് മനസ്സിലേക്ക് കൊണ്ടുവരിക. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ചെയ്യുന്ന സമയത്ത് രാത്രി ഉറങ്ങാൻ കിടക്കുന്ന മുൻപാണെങ്കിൽ വളരെ നല്ലതായിട്ടുള്ള കാര്യമാണ്. എന്നാൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സ് സ്വസ്ഥമാക്കുക. എപ്പോഴും പറയുന്ന പോലെ തന്നെ മനസ്സിൽ ദീർഘമായി ശ്വസിക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത്. പിന്നെ നിങ്ങളുടെ മനസ്സിലെ ആ ഒരു ഇൻറ്റൻഷൻ അല്ലെങ്കിൽ ആ ഒരു ആഗ്രഹം മനസ്സിൽ കൊണ്ടുവരിക. ചിലപ്പോൾ ആ വ്യക്തിയുടെ കോളാണെങ്കിൽ ആ വ്യക്തിയായിട്ട് ഹാപ്പി മൊമെൻറ്റ്സ് പങ്കുവെക്കുക. ഇപ്പോൾ ലോട്ടറി ആണെങ്കിൽ ആ ലോട്ടറിയിൽ നിന്ന് ലഭിക്കുന്ന തുക കൊണ്ട് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങൾ മനസ്സിൽ വെക്കുക. അങ്ങനെ വേണം നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നിങ്ങൾ ചൂണ്ടുവിരലെടുത്തിട്ട് ജസ്റ്റ് എന്ത് ചെയ്യുക, ഈ ഒരു വിരലുണ്ട്, അതായത് നിങ്ങളെ വലത് കൈയിലെ ചൂണ്ടുവിരൽ വെക്കുക. എന്നിട്ട് അത് ഇടത് കൈയുണ്ട് ആ ഒരു ഫീലിങ്ങോടെ കൂടെ ഒരു തവണ നിൽക്കുന്ന സമയത്ത് ആ ഫീലിംഗ് കൊടുക്കുക. പിന്നെ ഒരു 3 സെക്കൻഡിലേക്ക് വിടുക. വീണ്ടും ആ ഒരു സന്തോഷം മുഖത്ത് കൊടുത്തിട്ട് വീണ്ടും എന്ത് ചെയ്യുക, നമ്മൾ ഫെദർ ടച്ചിൽ കുറച്ചൊന്ന് പ്രസ് ചെയ്യുക. ഫെദർ ടച്ചല്ല, കുറച്ചൊന്ന് ഫോഴ്സ്ഫുള്ളി അല്ലെങ്കിൽ പ്രഷറൈസ് ചെയ്തിട്ട് ഒന്ന് പ്രസ് ചെയ്യുക. നെക്ക് വേദനിപ്പിക്കാനല്ല പറയുന്നത്, മറിച്ച് ആ ഒരു നല്ലൊരു ടച്ചിൽ അതോടൊപ്പം തന്നെ ചെറിയൊരു പ്രഷറും കൊടുത്തിട്ട് വേണം ടച്ച് ചെയ്യാൻ. അങ്ങനെ 1, 2, 3ാമത്തെയും കറക്റ്റ് ഇൻറ്റൻഷൻ കൊടുക്കുക. വീണ്ടും ഒന്ന് പ്രസ് ചെയ്യുക. 4ാമത്തെ തവണ ഇൻറ്റൻഷൻ കൊടുക്കുക, പ്രസ് ചെയ്യുക. അങ്ങനെ 7 തവണ നിങ്ങൾ ചെയ്യുക. പിന്നെ ഒരു കുറച്ച് സമയം, ഒരു 5 സെക്കൻഡ് ശേഷം നിങ്ങൾ ഹൃദയത്തിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുക. അതായത് ഹൃദയത്തിൻ്റെ ഈ ഒരു ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഹൃദയചക്രം സ്ഥിതി ചെയ്യുന്ന ഭാഗമാണ്. അവിടെ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുക. അതായത് ഹൃദയത്തിൽ ജസ്റ്റ് അടിക്കുകയല്ല വേണ്ടത്, ജസ്റ്റ് ഒന്ന് നമ്മൾ കൺഗ്രാജുലേറ്റ് ചെയ്യില്ല അല്ലെങ്കിൽ മറ്റുള്ളവരെ പ്രശംസിക്കില്ലേ, അതേപോലെ തന്നെ നിങ്ങൾ ഹൃദയഭാഗത്ത് വെച്ചിട്ട് ആ ഒരു ഫീലിങ്ങോടെ കൂടെ നിങ്ങൾ ജസ്റ്റ് ടാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കൈ കൊണ്ട് ജസ്റ്റ് പിടിച്ചടിക്കരുത്, ശക്തിയിലടിക്കരുത്. ജസ്റ്റ് നമ്മൾ ഒരുപാട് പ്രശംസിക്കുന്ന പോലെ തന്നെ നിങ്ങൾ ആ ഫീലിങ്ങോടെ കൂടെ നിങ്ങൾ പ്രശംസിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അത് ചെയ്തതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് കിടന്നുറങ്ങുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അത്ര മാത്രമാണ് ഈ ഒരു ടെക്നിക്കിൻ്റെ കാര്യം എന്ന് പറയുന്നത്. അന്നേരം ഇതിൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഈ ഒരു ഡോക്ടർ പങ്കജ് നരം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ വീഡിയോ കണ്ടതിന് ശേഷം എൻ്റെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു. കുറേ നമ്മളെ ഒരു 5-7 ക്ലാസ്സിൽ വരെ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഫ്രണ്ടായിരുന്നു. പക്ഷേ എനിക്കൊരിക്കലും തന്നെ കോൺടാക്ട് നമ്പറൊന്നും സെർച്ച് ചെയ്ത് കിട്ടിയില്ല. പെട്ടെന്ന് അവൻ്റെ ഓർമ്മ വന്നു. ഞാൻ എന്ത് ചെയ്തു, ഇതേപോലെ ടെക്നിക്ക് പ്രസ് ചെയ്തു, കാര്യങ്ങളും ചെയ്തു. അടുത്ത ദിവസം നോക്കുന്ന സമയത്ത് എനിക്ക് ഫേസ്ബുക്കിൽ റിക്വസ്റ്റും മെസ്സേജും വന്നതായിട്ടാണ് ഞാൻ കണ്ടത്. കോൾ വന്നിട്ടില്ല. കോൾ അന്ന് തന്നെ ഞാൻ നമ്പർ ഷെയർ ചെയ്ത് അപ്പോൾ തന്നെ നമ്പർ ഷെയർ ചെയ്തിട്ട് കോൾ വിളിക്കുകയാണ് ചെയ്തത്. അതും ഇതെല്ലാം തന്നെ നടക്കുന്നത് നമ്മളെ ഇൻറ്റൻഷനും നമ്മളെ ഇമോഷൻ ലെവലിലാണ്. ഇതിൻ്റെ ശാസ്ത്രീയത എന്ന് പറയുന്നത് ഹൃദയചക്രം എന്ന് പറയുന്നത്, ഇപ്പോൾ ഹൃദയചക്രം സ്ഥിതി ചെയ്യുന്നത് നമ്മളുടെ ഇങ്ങനെ ഹൃദയഭാഗത്തായിട്ടാണ്. അതിനെ നമ്മൾ ടാപ്പ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ഇതേപോലെ തന്നെ ഫീൽ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ മാനിഫെസ്റ്റേഷൻ സംഭവിക്കും. ഇത് ചൂണ്ടുവിരൽ എന്ന് പറയുന്നത്
ഒരു പവർഫുൾ മുദ്ര സൈനാണ്. അതിനെ പ്രസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെ ഒരു മാനിഫെസ്റ്റേഷൻ എനർജിയെ ബൂസ്റ്റ് ചെയ്യുന്ന കാര്യമായിട്ടാണ് പറയപ്പെടുന്നത്. ഇത് EFT ടാപ്പിംഗ് എല്ലാം പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അക്യുപഞ്ചർ അതേപോലുള്ള ഹീലിംഗ് ടെക്നിക്സ് എല്ലാം തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അതുകൊണ്ട് നിർബന്ധമായി ഒന്ന് ചെയ്തു നോക്കുക. എന്നിട്ട് നിങ്ങളുടെ റിസൾട്ട് അത് പോസിറ്റീവ് ആവട്ടെ നെഗറ്റീവ് ആവട്ടെ എന്തായാലും കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്ട്രോങ് ആയിട്ടുള്ള ഇൻറ്റൻഷനാണ് വേണ്ടത്. അതോടൊപ്പം തന്നെ തീവ്രമായിട്ടുള്ള ആഗ്രഹം ആ സമയത്ത് മാത്രം വെക്കുക. ആ ഒരു ടെക്നിക്ക് ചെയ്യുന്ന സമയത്ത് മാത്രം കൊടുക്കുക. പിന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാൻ പാടില്ല. എപ്പോഴും കൂടുതൽ ചിന്തിക്കുകയാണെങ്കിൽ അത് നടക്കില്ല എന്നുള്ള കാര്യം ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്. അതുകൊണ്ട് ഒന്ന് ചെയ്തു നോക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ആ ഒരു ആഗ്രഹം നടക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്.